നമ്മുടെ മരണത്തിന് ശേഷം നമുക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും? കുസൃതി ചോദ്യമൊന്നുമല്ല. അടുത്ത തലമുറയിലേക്ക് ജനറ്റിക് മെറ്റീരിയൽ കൈമാറി കഴിഞ്ഞാൽ അനന്തകാലം ജീവിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ ജനറ്റിക് മെറ്റീരിയൽ അഥവാ DNA 50% മാത്രമേ അങ്ങോട്ട് ട്രാൻസ്ഫർ ആവുന്നുള്ളൂ. ആ കുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ഈ 50% 25 ആകും, 25 പിന്നെ 12 ആകും. അങ്ങനെ 10 ജനറേഷൻ, അതായത് 250 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ DNA ഓൾറെഡി 1024 തവണ സ്പ്ലിറ്റ് ആയിട്ടുണ്ടാകും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ DNA കോമ്പോസിഷനിൽ നിങ്ങളുടെ DNA 0.097% മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ DNA വീതം വെക്കുന്ന പ്രോസസ്സിന് ഞാനിപ്പോൾ പറഞ്ഞ കണക്കൊന്നും അറിയില്ല. നല്ല ഏതെങ്കിലും DNA കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ DNA വിട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പിന്നെ 250 വർഷം കഴിയുന്നതിന് മുമ്പേ നിങ്ങളെ ഈ പ്രോസസ്സും മറ്റേ DNA കൂടി രണ്ടാമതും കൊല്ലും. പക്ഷേ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ബോഡിയിൽ വെച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും മ്യൂട്ടേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 100% DNA വേറെ ഇവിടെ നിൽക്കുകയോ കറങ്ങി തിരിഞ്ഞ് വന്നു തന്നെയാണ്. 1,20,000 വർഷങ്ങൾക്ക് മുമ്പ് പോപ്പുലേഷൻ ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഈ ഭൂമിയിൽ 1280 മനുഷ്യന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ഇസ്രായേലി, പാലസ്തീനിയൻ ഇവരൊക്കെ ഈ 1280 മനുഷ്യന്മാരുടെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് മാത്രമാണ്.